നമസ്കാരം. ആലപ്പുഴ SD കോളേജിൽ പ്രീ ഡിഗ്രി തോറ്റതിനെ തുടർന്ന് അത് ജയിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് വന്ന് ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് അന്നത്തെ പ്രശസ്തമായ പാരലൽ കോളേജ് അവർ കോളേജിൽ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായയാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന തൻ്റെ സഹോദരൻ പോലും ഉണ്ണി സാർ എന്ന് വിളിക്കുന്ന ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഏഷ്യാനെറ്റിലേക്ക് എത്തിയിരിക്കുന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ജോൺ ബ്രിട്ടാസിനെ പോലെയോ ജോണി ലൂക്കോസിനെ പോലെയോ MV നികേഷ് കുമാറിനെ പോലെയോ ഡോക്ടർ അരുൺകുമാറിനെ പോലെയോ സിന്ധു സൂര്യകുമാറിനെ പോലെയോ വിനുവി ജോണിനെ പോലെയോ ഷാനി പ്രഭാകരനെ പോലെയോ ഒന്നും കേരളത്തിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അല്ല ഉണ്ണി ബാലകൃഷ്ണൻ. പക്ഷെ എന്നിട്ടും ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ വിടുന്നു എന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും ഏറെ കൗതുകമുണർത്തുന്ന വാർത്തയായി മാറിയത് അത്ഭുതകരമാണ്. ഉണ്ണിയുടെ റിപ്പോർട്ടറിൽ നിന്നും ഏഷ്യാനെറ്റിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഏതാണ്ട് 5 ലക്ഷം പേർ യൂട്യൂബിൽ മാത്രം കണ്ടു. ഇത്രമാത്രം പ്രാധാന്യം എന്താണ് ഉണ്ണി ബാലകൃഷ്ണന്റെ വരവിനുള്ളത്? ആ വാർത്തയോടൊപ്പം തന്നെ മറ്റനേകം വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ചിലർ പറയുന്നു ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ വിട്ട് ഏഷ്യാനെറ്റിലേക്ക് വരുന്നു, സുജയ് പാർവതി ഏഷ്യാനെറ്റിലേക്ക് വരുന്നു, ഏഷ്യാനെറ്റിന്റെ പ്രധാന നിക്ഷേപകനായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അടിമുടി ഏഷ്യാനെറ്റിനെ ഉടച്ചു വാർക്കുന്നു. അതിന്റെ ഭാഗമായി ഡോക്ടർ അരുൺകുമാറും സുജയ് പാർവതിയും അടങ്ങുന്ന സംഘത്തെ കൂടി ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവരും. ഏഷ്യാനെറ്റിനെ നിയന്ത്രിച്ചിരുന്ന 3 പേർ, സിന്ധു സൂര്യകുമാറും വിനുവി ജോണും PG സുരേഷ് കുമാറും, മൂവരും പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സുരേഷ് കുമാർ തുടർന്നാലും സിന്ധു സൂര്യകുമാറും വിനുവി ജോണും പുറത്തേക്ക് പോകും. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇതിന്റെ ഭാഗമായി പരക്കുകയാണ്. അതിനിടയിൽ മാതൃഭൂമിയിലെ സ്റ്റാർ അവതാരകനായ അഭിലാഷ് മോഹനൻ റിപ്പോർട്ടർ ചാനലിലേക്ക് പോകുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. ഇടക്കാലത്ത് ചാനലുകളിലെ സ്റ്റാർ അവതാരകർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് പതിവായിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി അത് നിശബ്ദമായിരുന്നു. കാരണം ചാനലുകളൊക്കെ പൊതുവെ പ്രതിസന്ധിയിലായി, പുതിയ ചാനലുകൾ വരുന്നില്ല, നിലവിലുള്ള പല ചാനലുകളും പൂട്ടപ്പെടുന്നു. ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചാട്ടം തീരെ കുറവായിരുന്നു. ഒരു ചാനലിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോയാൽ പിന്നെ അയാളുടെ ഭാവി അവതാളത്തിലാകുമായിരുന്നു. പൊടുന്നനെ വീണ്ടും അത്തരമൊരു അന്തരീക്ഷം ഉണ്ടായത് എങ്ങനെയാണ്? ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ പോക്ക് ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കാൻ കാരണം എന്താണ്? ആദ്യമേ പറ്റി റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിൽ ഇരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഉന്നത പദവികൾ വഹിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു സെലിബ്രിറ്റി അവതാരകനായിരുന്നില്ല. കലാകൗമുദിലെ സബ് എഡിറ്റർ പദവിയിൽ നിന്നും ഏഷ്യാനെറ്റിലേക്ക് വരുന്നു. ഏഷ്യാനെറ്റിലെ ഡൽഹി ലേഖകൻ എന്ന നിലയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രശാന്ത് രഘുവംശം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അതിനപ്പുറത്തേക്ക് ഒരു വാർത്താ അവതാരകനോ ഒരു സ്റ്റാർ മാധ്യമ പ്രവർത്തകനോ ആയിരുന്നില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റിന് ചുമതലക്കാരിയ സിന്ധു സൂര്യകുമാറിന്റെയും സീനിയർ ആയിരുന്നു. അവിടുന്ന് മാതൃഭൂമി തുടങ്ങിയപ്പോൾ അങ്ങോട്ട് ചാടുകയാണ്. മാതൃഭൂമിയുടെ എഡിറ്ററായി ആണ് പോകുന്നത്. പക്ഷേ എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹം ആ ടീമിന്റെ ലീഡറായിരുന്നെങ്കിലും അദ്ദേഹം ഒരു സ്റ്റാർ അവതാരകനായി രംഗത്ത് വന്നിരുന്നില്ല. ചില അപൂർവം സാഹചര്യങ്ങളിൽ മാത്രമാണ് അഭിമുഖങ്ങൾ എടുക്കുക, ചില ചർച്ചകൾക്കൊക്കെ പങ്കെടുക്കുക തുടങ്ങിയതിനപ്പുറത്തേക്ക് മാതൃഭൂമിയുടെ സ്റ്റാർ അവതാരകൻ അദ്ദേഹമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അനിയൻ വേണു ബാലകൃഷ്ണനായിരുന്നു. അവിടെ നിന്നൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം രാജിവെക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ രാജിവെക്കുന്നു. മാതൃഭൂമി റേറ്റിംഗിൽ തുടർച്ചയായി വീഴ്ച സംഭവിച്ചത് മാത്രമല്ല, വേണു ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ പൊടുന്നനെയുള്ള രാജിക്ക് കാരണമായി. പിന്നെ ഏതാണ്ട് 1.5 വർഷത്തോളം ഉണ്ണി ബാലകൃഷ്ണനെ ഒരിടവും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഉണ്ണി ഏഷ്യാനെറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ തിരിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അതിന്റെ ഒരു കാരണം, ഒരു പത്രസ്ഥാപനത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവും. അവർക്ക് താഴ്ന്ന പോസ്റ്റുകളിലേക്ക് പോവുക പ്രയാസമാണ്. അങ്ങനെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ നിർമ്മാതാവ് ജോബി ജോർജ് തുടങ്ങിയ യൂടോക്ക് എന്ന ഓൺലൈൻ ചാനലിന്റെ എഡിറ്റർ ആവുന്നത്. 1 വർഷത്തിലധികം അവിടെ സേവനമനുഷ്ഠിച്ചു. അത് ലോഞ്ച് ചെയ്യാൻ ഒരുപാട് വൈകി. ലോഞ്ച് ചെയ്ത ശേഷം ഏറെ വൈകാതെ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയപ്പോൾ അങ്ങോട്ട് പോന്നു. റിപ്പോർട്ടർ ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലല്ല ഉണ്ണി ബാലകൃഷ്ണൻ എത്തുന്നത്. ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഏത് പദവിയിൽ നിയോഗിച്ചാലും പോകുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഡിജിറ്റൽ ഹെഡ് എന്ന പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുന്നത്. MV നികേഷ് കുമാറിന്റെയും ഡോക്ടർ അരുൺകുമാറിന്റെയും ഒരുപക്ഷെ സുജയ് പാർവതിയുടെയും സ്മൃതി പരുത്തിക്കാടിന്റെയും ഒക്കെ താഴെ ആയിരുന്നിരിക്കാം വേണമെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ അവിടുത്തെ പദവി. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിൽ ഇരുന്നു കൊണ്ട് ഷൈൻ ചെയ്തു. ഉണ്ണി ബാലകൃഷ്ണന്റെ സ്റ്റഫ് മാധ്യമ മേഖലയിലുള്ളവർ പോലും തിരിച്ചറിയുന്നത് അദ്ദേഹം എഡിറ്റേഴ്സ് മീറ്റിലിരുന്നപ്പോൾ ആ ചർച്ചയിലെ പങ്കാളിത്തം കൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ പേരെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ ഒരു പ്രധാനപ്പെട്ട ചാനൽ അവതാരകനെ ആയിരുന്നില്ല.
അതുകൊണ്ട് തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ പോക്ക് ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത്. എന്നിട്ടും ഇതൊരു ചർച്ചയാവാൻ കാരണം ഏഷ്യാനെറ്റിനെ പൊടുന്നതിനെ മറികടന്ന് 2 ആഴ്ച ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തിയതാണ്. അവരുടെ ആ ഒരു കോമ്പിനേഷന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായ, അതെങ്കിൽ ആധികാരികത കൊടുത്തിരുന്ന ആളായ ഉണ്ണി ബാലകൃഷ്ണൻ പോകുമ്പോഴുണ്ടാവുന്ന ഒരു ഷോക്ക് വേവ് ഉണ്ട്, അത് മാത്രമാണ്. എന്നാൽ റിപ്പോർട്ടർ ചാനലിൽ തിളങ്ങിയ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ തിളങ്ങണമെന്നില്ല. അതിന്റെ കാരണം റിപ്പോർട്ടർ ചാനലിൽ നിന്നും എങ്ങനെയെങ്കിലും പടിയിറങ്ങാൻ കാത്തിരുന്ന ഉണ്ണി ഒരവസരം കിട്ടിയപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് പോയി എന്നല്ലാതെ ഏഷ്യാനെറ്റിൽ കൃത്യമായ ഉത്തരവാദിത്വം ഉറപ്പു നൽകിയതുകൊണ്ട് പോയതല്ല. അവിടെ അദ്ദേഹത്തിന്റെ റോള് കൺസൾട്ടിംഗ് എഡിറ്ററാണ്. എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിന്റെ ഇപ്പോഴുള്ള ഹൈറാർക്കിയെ ബാധിക്കാതെ തന്നെ ഉണ്ണി ബാലകൃഷ്ണനെ സ്വീകരിക്കുക. ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റ് സ്വീകരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിക്കുക എന്നതായിരുന്നില്ല, നേരെ മറിച്ച് കഴിവുള്ള ഒരാൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പോവട്ടെ എന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഉണ്ണി ബാലകൃഷ്ണനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഏഷ്യാനെറ്റിൽ ഇപ്പോഴും ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ഹൈറാർക്കി ഏഷ്യാനെറ്റിന്റെ സ്ഥിതി അവർക്കൊരു എഡിറ്റർ ഇപ്പോഴില്ല. ആ എഡിറ്റർ പദവിയിലേക്കാണ് ഉണ്ണി ബാലകൃഷ്ണൻ വന്നത് എന്ന് പലരും തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ല, ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറാണ്, തൊട്ട് താഴെ വിനു വി ജോണാണ്, തൊട്ട് താഴെ PG സുരേഷ് കുമാർ. 3 പേരും ഏതാണ്ട് ഒരേ പദവിയിലുള്ളവരാണ്. എന്നാൽ തസ്തികയിൽ നേരിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഈ 3 പേരുമാണ് ഏഷ്യാനെറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും ഏഷ്യാനെറ്റിന്റെ വാർത്തയുടെ നിയാതാക്കളും. അവരെ 3നെയും പറിച്ചു കളഞ്ഞുകൊണ്ട്, അവരെ പുറത്താക്കിക്കൊണ്ട് ഒരു മാറ്റം ഏഷ്യാനെറ്റിൽ സാധ്യമല്ല. കാരണം ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്താ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നത് ഇവരെ 3നെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ബാക്കി എല്ലാവരും ഇവരോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമാണ്. ചില ആഭ്യന്തര പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും പരാതികളൊക്കെ ഉള്ളവർ കാണും, ജൂനിയേഴ്സിന് പ്രത്യേകിച്ച്. എന്നാൽ ഇവരാണ് ഏഷ്യാനെറ്റിന് ശക്തി സ്രോതസ്. ആ ശക്തി സ്രോതസ്സിനെ ഉടച്ചു വാർക്കാൻ മാത്രം വിഡ്ഢിയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്, രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇതിലൊന്നും ഇടപെടാറില്ല. രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ ഒരു നിക്ഷേപകൻ മാത്രമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യമുള്ളത് കൊണ്ട് ചില താല്പര്യം കൂടുതലുണ്ട് എന്നതിനപ്പുറത്തേക്ക് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇടപെടാനോ അതിൽ കുഴപ്പമുണ്ടാക്കാനോ അദ്ദേഹം ശ്രമിക്കുകയില്ല. എന്നാൽ റേറ്റിംഗിൽ തുടർച്ചയായി താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഏതു തരത്തിലുള്ള പ്രതികരണമാവും ഉണ്ടാവുന്നത് വ്യക്തമല്ല. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഇപ്പോഴത്തെ ഹൈറാർക്കിക്ക് എന്തെങ്കിലും മാറ്റം വരും എന്ന് കരുതുന്നത് അർത്ഥശൂന്യമാണ്. ഏഷ്യാനെറ്റിന്റെ ഇപ്പോഴത്തെ ഹൈറാർക്കി അങ്ങനെ തന്നെ തുടരും. ആ ഹൈറാർക്കിക്കൊപ്പം സമാന്തരമായി ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ ഉണ്ടാവുകയും, ഉണ്ണി ബാലകൃഷ്ണൻ സാധുവായൊരു മനുഷ്യനാണ്, അല്ലാതെ ഇടിച്ചു കയറി എന്തെങ്കിലും പിടിച്ചെടുക്കുന്ന ഒരു ക്യാരക്ടറുകാരനല്ല. അതുകൊണ്ട് ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ശാന്തമായി ജോലി ചെയ്യാൻ കഴിയുന്ന, മാന്യമായി ശമ്പളം കിട്ടുന്ന ഒരു അന്തരീക്ഷം മാത്രമേ ഉണ്ണി ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ എപ്പോഴും ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കും ഉണ്ണിയെ അക്കമഡേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഏഷ്യാനെറ്റിൽ കാര്യമായ ഒരു മാറ്റമോ പുറത്തേക്ക് പോക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഡോക്ടർ അരുൺകുമാറും സുജയ് പാർവതിയും ഇങ്ങോട്ട് വരുന്നു എന്നതൊക്കെ അവാസ്തവമാണ്. ഡോക്ടർ അരുൺകുമാറും സുജയ് പാർവതിയും വന്നാൽ ഏഷ്യാനെറ്റിന്റെ ആ ഒരു ഹൈറാർക്കിയിൽ വലിയ മാറ്റം വരും. കാരണം സുജയ പാർവതി പണ്ട് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തതാണ്. സുജയ പാർവതി മിടുക്കിയാണ്, സംഘപരിവാറിന് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ സുജയ പാർവതി കൃത്യമായി ഇടിച്ചു കയറി തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ക്യാരക്ടറുള്ള ആളാണ്. ഏഷ്യാനെറ്റ് പോലെ ഒരു ഹൈറാർക്കിയിൽ കൃത്യമായി മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിന് സുജയ പാർവതി ഇനി ആ ഒരു ഹൈറാർക്കിയിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. ഡോക്ടർ അരുൺകുമാറും അങ്ങനെ തന്നെയാണ്. 24 മണിക്കൂറും പണിയെടുക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അരുൺകുമാർ എഡിറ്ററായി അവിടെ വന്നാൽ തീർച്ചയായും ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറും വിനു വി ജോണും അടക്കമുള്ളവർക്ക് മടങ്ങേണ്ടി വരും. അത്തരമൊരു പരീക്ഷണത്തിന് മുതിരും എന്ന് പറയുന്നത് തന്നെ അബദ്ധമാവും. അങ്ങനെ ആലോചന പോലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. മാത്രമല്ല, ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിന്റെ ആത്മാവും ശരീരവും ജീവനുമായി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു മാറ്റം വരേണ്ട സാഹചര്യം അവിടെ ഇല്ല. അരുൺ ചോദിക്കുന്നതാണ് റിപ്പോർട്ടർ ചാനൽ ഉടമകൾ അവർക്ക് കൊടുക്കുന്നത്. 24 മണിക്കൂറും ഉണർന്നു പ്രവർത്തിക്കുന്ന അരുണിന്റെ കഠിന പ്രയത്നത്തിന് പകരം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് പോലും അരുൺകുമാറിനെ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ റിപ്പോർട്ടർ മുതലാളിമാർ പ്രാഞ്ചിയേട്ടന്മാരാണെങ്കിലും ശ്രമിക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യ. റിപ്പോർട്ടർ മുതലാളിമാർക്ക് അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം ആവശ്യമാണ്. അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ്. ഇപ്പോഴും അവരുടെ യഥാർത്ഥ വരുമാന മാർഗം പല തട്ടിപ്പിനും കുടപിടിക്കുന്നതാണ്. എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടൽ അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ വാങ്ങിയത് എന്നതിന്റെ കൃത്യമായ വിവരണങ്ങൾ, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതേ ഉള്ളൂ. ആകപ്പാടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ജനസ്വാധീനമുള്ള ഒരു ചാനലുണ്ട് എന്നതിന്റെ പുറത്ത് മാത്രമാണ്. അതുകൊണ്ട് അവർ നഷ്ടക്കച്ചവടത്തിന് തുനിയുമെന്ന് കരുതുകയേ വേണ്ട. റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ വാശിയിലാണ്. ഉണ്ണി ബാലകൃഷ്ണൻ പോയതോടുകൂടി, അതും റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയപ്പോൾ പോയതോടുകൂടി പകരം പറ്റിയ ഒരാളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അവർ പല ചാനലുകളിലും വല വീശിയിട്ടുണ്ട്. വല വീശിയിരിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഓഫറുകളാണ് കൊടുക്കുന്നത്. അതിലൊരാൾ മാതൃഭൂമി ന്യൂസിലെ സ്റ്റാർ അവതാരകൻ അഭിലാഷ് മോഹനാണ്. അഭിലാഷ് മോഹനെ സ്വപ്നത്തിൽ പോലും കരുതാൻ കഴിയാത്ത ഓഫറാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അഭിലാഷ് യേസ് പറഞ്ഞിട്ടില്ല, പക്ഷെ നോയും പറഞ്ഞിട്ടില്ല. കാരണം അഭിലാഷിന്റെ ഫാമിലി കൊച്ചിയിലാണ്.
അഭിലാഷിനും കൊച്ചിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. മാതൃഭൂമി ചാനലിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അഭിലാഷ് മോഹനെ കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയിൽ റിപ്പോർട്ടർ മുതലാളിമാർ പലരോടും പറയുന്നുണ്ട് അഭിലാഷിന് കിട്ടുമെന്ന്. ഇക്കാര്യം ഞാൻ അഭിലാഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു ചിന്തയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷെ എന്തും സംഭവിക്കാൻ കാരണം റിപ്പോർട്ടർ കൊടുക്കുന്ന ഓഫർ സമാനതകളില്ലാത്തതാണ്. അഭിലാഷ് മോഹനെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾ എന്ന തരത്തിൽ റിപ്പോർട്ടർ ചാനൽ ചരട് വലിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും ചാനലിലെ പ്രമുഖരെ പിടിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. എന്തായാലും ഊഹാപോഹങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചാനലുകളിലെ ചാഞ്ചാട്ടത്തെക്കുറിച്ച് റിപ്പോർട്ടർ ചാനൽ പിടിച്ചു നിൽക്കാൻ ഏഷ്യാനെറ്റിന് കുറച്ച് നാടകീയമായ നീക്കങ്ങൾ നടത്തേണ്ടി വരും. ഏഷ്യാനെറ്റ് കുഴപ്പമില്ലാതെ പോകുന്നെങ്കിൽ പോലും റിപ്പോർട്ടർ ചാനൽ കളർഫുള്ളായി വാർത്ത അവതരിപ്പിക്കുന്നു. റിപ്പോർട്ടർ ചാനൽ ഇത്രയേറെ ശ്രദ്ധ നേടുന്നത് വ്യാജ വാർത്തകൾ കൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെങ്കിൽ പോലും റിപ്പോർട്ടറിന്റെ ദൃശ്യഭംഗി സമാനതകളില്ലാത്ത അത്തരത്തിലുള്ള സാങ്കേതിക മാറ്റങ്ങളൊക്കെ ഏഷ്യാനെറ്റിനും വരുത്തേണ്ടി വരും. എന്തായാലും റിപ്പോർട്ടറും ഏഷ്യാനെറ്റും തമ്മിലുള്ള മത്സരം മുറുകുമ്പോൾ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടങ്ങളൊക്കെ ഉണ്ടാവാം, ഊഹാപോഹങ്ങൾ ഉണ്ടാവാം, കഥകൾ ഉണ്ടാവാം. കാത്തിരുന്ന് കാണാം.